യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വചനം എങ്ങനെയാണ്, വചനം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാകുമ്പോൾ വചനത്തിൻ്റെ ശക്തി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക എന്നൊക്കെ വചനത്തെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ വചനത്തിൽ ആശ്രയിക്കാനൊക്കെയുള്ള ഒരു കൃപ ലഭിക്കുക. റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വചനം നമ്മൾ ഉറക്കെ വായിക്കുമ്പോഴാണ് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുക. അല്ലെങ്കിൽ അതൊരു പുസ്തകമായിട്ട് തന്നെ നിലകൊള്ളും. ആ വചനം നമ്മൾ തുറന്ന് ഉറക്കെ വായിച്ച് ആ ശബ്ദത്തിലാണ് യേശു സന്നിഹിതനാകുന്നത്. അത് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയോട് പലപ്പോഴും കർത്താവ് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ രൂപം ഒരിക്കലും മോശ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ സ്വരമാണ് മോശ കേട്ടത്. അപ്പോൾ ആ സ്വരത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കണ്ടിരുന്നു. അതുപോലെ ഇടിമുഴക്കത്തിൻ്റെ രൂപത്തിൽ അങ്ങനെ വലിയൊരു ശബ്ദത്തോടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനം അല്ലെങ്കിൽ മോശയ്ക്ക് വെളിപ്പെട്ടിരുന്നത്. അപ്പം ഈ ലിഖിത രൂപമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകൾ അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യർ എഴുതി വെച്ചപ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥമായിട്ട്, ഒരു പുസ്തകമായിട്ട് അത് രൂപപ്പെട്ടത്. അപ്പോൾ നമ്മളത് തുറന്ന് അങ്ങനെ വായിച്ച്, ഉറക്കെ വായിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വചനങ്ങൾ കണ്ടെത്തി അത് ഉറക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശക്തിയുള്ളവരാകുന്നു. അപ്പം നമ്മുടെ ശബ്ദമുള്ളിടത്ത് നമ്മൾ സന്നിഹിതരാണെങ്കിൽ യേശുവിൻ്റെ ശബ്ദമുള്ളിടത്ത് യേശുവും സന്നിഹിതരാണ്. വചനം വായിക്കുമ്പോൾ, നമ്മൾ വചനം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. വചനം വായിക്കുമ്പോൾ നമ്മുടെ അധരങ്ങൾ, നമ്മുടെ കണ്ണുകൾ ഒക്കെ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ കേൾക്കുന്ന നമ്മുടെ ചെവികൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരിക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, യേശുവും ശിഷ്യന്മാരുടെ തോണിയിൽ ഇങ്ങനെ പോകുമ്പോൾ കടലിൽ വലിയ തിരമാലകൾ, കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ, വലിയ കാറ്റടിച്ച് കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ യേശു ഉറങ്ങുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തുന്നു. ഗുരു ഉണർന്നാലും വലിയ അപകടം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർ കർത്താവിനെ ഉണർത്തുന്നു. അപ്പോൾ കർത്താവ് ഉണർന്ന് കാറ്റിനെ ശാസിക്കുന്നു. കടൽ ശാന്തമാകുന്ന ഒരു അനുഭവമൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിലും നമ്മളിതുപോലെ തന്നെയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അത് ഉറക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. അങ്ങനെയാണ് വചനത്തിന് ചുരുളഴിയുന്നത്, വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കൃപ കർത്താവിനോട് ചോദിക്കാം. ഈശോയെ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു വചനത്തിൽ ആശ്രയിക്കുവാനും വചനത്തിൻ്റെ ശക്തി, ആ രക്തസ്രാവക്കാരി നമ്മൾ കണ്ടു, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടപ്പോൾ രക്തസ്രാവം നിലച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ വചനത്തിൻ്റെ ശക്തി ഈശോയെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. വിശുദ്ധ കുർബാനയെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഗോതമ്പപ്പം വിശുദ്ധ കുർബാനയായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യമായിട്ടൊക്കെ എപ്രകാരമാണ് മാറുന്നത്. ആ കൗദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ ഗോതമ്പപ്പം വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഉറക്കെ വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായി നമുക്ക് വെളിപ്പെടുക. ഈ ഒരു കൃപ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കട്ടെ. വചനം വായിക്കുവാനും വചനത്തെ കരങ്ങളിൽ എടുക്കുവാനും ഏറ്റവും വിശുദ്ധിയോടെ, ഭക്തിയോടെ ഒക്കെ വചനത്തെ സമീപിക്കും. വിശുദ്ധ കുർബാനയെ നമ്മളെപ്രകാരം ഭക്തിയോടെ കാണുന്നുവോ അതേ ഭക്തിയോടെ തന്നെ വചനത്തെ കാണുവാനും വചനത്തിൽ ആശ്രയിക്കുവാനും വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് ആ ഒരു കൃപ നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിക്കുവാനൊക്കെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും, പ്രത്യേകിച്ച് സഭയിൽ, സഭാ നേതൃത്വങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഒക്കെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തിയൊക്കെ വെളിപ്പെടുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.